ഒരു കഥ അറിയാം. ഒരിക്കലും ഒരു രാജാവ് ഒരു സൂഫി ഗുരുവിനെ കാണാൻ വേണ്ടി വരുന്നുണ്ട്. ഈ ആൾ വന്നിട്ട് ചോദിക്കുന്നതാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണം, അതിലേക്കുള്ള വഴി പറഞ്ഞു തരുന്നു. അപ്പൊ ഈ സൂഫി ഗുരു ഇങ്ങനെ രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആദ്യം ഈ രാജാവാണെന്നുള്ള ഭാവം മാറ്റി വെച്ചിട്ട് എന്റെ ശിഷ്യനായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇത് കേട്ടപ്പം രാജാവിന് ആകെ ദേഷ്യം വരാം. രാജാവ് പെട്ടെന്ന് ഉറയുന്ന വാൾ ഒരുങ്ങാണ്ട് സൂഫി ഗുരുവിനെ വെട്ടാൻ വേണ്ടി പോണ സമയത്ത് ഗുരു പറഞ്ഞു, നിർത്ത്, ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നത് നരകത്തിന്റെ വാതിൽക്കലാണ്. ഇന്നെ വെട്ടിക്കൊല്ലുന്നതോട് കൂടി നിങ്ങൾ നരകത്തിലേക്ക് വീഴുകയും ചെയ്യും. അപ്പൊ ഈ രാജാവ് പെട്ടെന്ന് ഒന്ന് സ്റ്റക്കായി. അപ്പൊ വാള് മെല്ലെ ഈ മനുഷ്യന്റെ കൈമന്ന് താഴെ വീണു. വാള് വീണ പാട് ഗുരു പറയുന്നുണ്ട്, ഇപ്പൊ നിങ്ങൾ സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്താ, ഇനി നിങ്ങൾ മരണപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് സ്വർഗത്ത് പോകാൻ പറഞ്ഞു. ഇതില് ഗുരു പറഞ്ഞു വെക്കുന്ന മനോഹരമായ ഭാഗം എന്താണെന്നറിയോ? നിങ്ങളുടെ അനാവശ്യമായ ദേഷ്യങ്ങൾ, എടുത്തുചാട്ടങ്ങൾ, മുൻകോപങ്ങൾ, ഇത് കാരണം ഒരു മനുഷ്യൻ സ്വയം നശിക്കുകയും നരകത്ത് പോയി എത്തിച്ചേരുകയും ചെയ്യുന്നു. നിങ്ങൾക്കൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ക്ഷമയാണ് നിങ്ങൾ അവലംബിക്കുന്നത്. നിങ്ങൾ ക്ഷമയിലൂടെയാണ് കടന്നു പോകുന്നതെന്നുണ്ടെങ്കിൽ അത് നിമിത്തം നിങ്ങൾ സ്വർഗത്തിന്റെ അടുത്താണ്. പിന്നെ നിങ്ങൾ മരിച്ചാൽ തന്നെ നിങ്ങൾ സ്വർഗത്തിലേക്കാണെന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ഭംഗിയുള്ള ഭാഗമുണ്ട്. രസമുള്ള കഥ ആയിട്ട് തോന്നി, അതുകൊണ്ടാണ് ഒന്ന് ഷെയർ ചെയ്തത്.